ഓം ശാന്തി. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ റെഗുലറായിരിക്കുന്ന റൂട്ടീൻ്റെ ഉള്ളിൽ ഒരു ദിവസം വിചാരിക്കും, നാളെ തൊട്ട് എന്തായാലും ഈ കാര്യം ഞാൻ ചെയ്തിരിക്കും, എന്തായാലും ഞാൻ നേടിയിരിക്കും എന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. പക്ഷേ ആ കാര്യം പ്രാക്ടിക്കലായി ചെയ്യേണ്ട സമയം വരുമ്പോൾ അന്ന് ആ പണി കഴിഞ്ഞു, ഈ പണി കഴിഞ്ഞു. ഉദാഹരണം പറയുകയാണെങ്കിൽ, വീട്ടിൽ നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യം കഴിഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഇന്നത് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും വേറെ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നു. അത് കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നപ്പോൾ ഒന്ന് വെള്ളം കുടിക്കണം തോന്നി, അത് കഴിഞ്ഞിട്ട് വന്നിരിക്കാമെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഒന്ന് ബാത്റൂം പോകണം തോന്നും, അത് കഴിഞ്ഞ് വന്നിരിക്കാമെന്ന് വിചാരിക്കും. അപ്പോഴത്തേക്കായിരിക്കും ഒരു ഫോൺ മെസ്സേജ് വരിക, ഇതെന്താണെന്ന് നോക്കട്ടെ എന്ന് വിചാരിക്കും. ഇന്ന് എന്താ വാട്സപ്പ് അയച്ചത്, അതുകൂടി കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ ഒരു മെയിൽ ചെക്ക് ചെയ്യട്ടെ, അതിന് റിപ്ലൈ കഴിഞ്ഞിട്ടാവാമെന്ന് വിചാരിക്കും. ഇങ്ങനെ നോർമലി എന്തെങ്കിലും സമയത്ത് ഉപയോഗിച്ചുകൊണ്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും നേടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പലപ്പോഴും ഇപ്പോൾ നിങ്ങളൊക്കെ അനുഭവികളായിരിക്കും. ഈ ലോക്ക്ഡൗണിൻ്റെ എത്രയോ ദിവസങ്ങൾ നമ്മുടെ അടുത്ത് കടന്നുപോയി. ഫുൾ ടൈം ബിസി ആവുന്ന കാലഘട്ടം ഇനി നമ്മുടെ അടുത്ത് വന്നിട്ടില്ല. പക്ഷേ ഈ അവസരത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും എന്ത് ചെയ്തിട്ടാണ് 56 ദിവസം അല്ലെങ്കിൽ ഇത്രയും ദിവസം കടന്നുപോയി, ഈ കഴിഞ്ഞു പോയ ദിവസങ്ങളിലുള്ളിലൊക്കെ എന്താണ് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ നേടിയെടുത്തത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കി നമുക്കറിയാം. അങ്ങനെ പോയി ഇങ്ങനെ പോയി, അവിടെ സംസാരിച്ചു ഇവിടെ സംസാരിച്ചു, അല്ലെങ്കിൽ വാട്സപ്പ് നോക്കി, യൂട്യൂബ് നോക്കി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നോക്കി, ഇങ്ങനെ ഒന്നല്ലെങ്കിൽ വേറൊരു കാര്യം നമ്മുടെ ശ്രദ്ധേനെ ആകർഷിക്കാനുണ്ടാവുകയും അതിൽ നിന്ന് മറ്റൊന്നിലേക്ക് കാര്യങ്ങൾ പോയി അവസാനം ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി, നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് തോന്നിപ്പോൾ നമുക്ക്. ഇങ്ങനെ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നേടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴെല്ലാം നമുക്ക് സമയം കിട്ടുന്ന തുള്ളി ആയിരിക്കുന്ന സമയമാണെങ്കിൽ പോലും അതിനെ പെർഫെക്റ്റായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചേ പറ്റൂ. അത് വളരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ എൻ്റെ അനുഭവത്തിൽ പറയുകയാണ്, നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് ദൃഢനിശ്ചയിച്ചുകൊണ്ട് ആ കാര്യത്തിന് വേണ്ടി ഇന്നത്തെ ദിവസം ആ കാര്യം ചെയ്യുന്ന നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ പലപ്പോഴും അനുഭവിക്കാറുണ്ട്, ആരെങ്കിലും ഫോൺ ചെയ്യും, അതല്ലെങ്കിൽ എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കും, അവർക്ക് റിപ്ലൈ കൊടുത്തേ പറ്റുള്ളൂ എന്നായിരിക്കാം, അതല്ലെങ്കിൽ ആരെങ്കിലും മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ സമയം നമ്മളെ എൻഗേജ് ചെയ്യിച്ചുകൊണ്ട് ബിസിയായി എങ്ങനെയാണ് കടന്നു പോയത്, വളരെ ബിസിയായിരുന്നു, ഇന്ന് എന്താ ചെയ്തത് നോക്കിയാൽ പ്രൊഡക്റ്റീവായിട്ടൊന്നും ചെയ്തിട്ടും ഉണ്ടായിരിക്കില്ല. ഈ രീതിയിൽ പലപ്പോഴും നമ്മുടെ സമയം കടന്നു പോകും. ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ആ കാര്യങ്ങളൊക്കെ തന്നെ ഇന്നൊരു ദിവസം അങ്ങനെ പോട്ടെ, നാളെ തൊട്ടാവാം, അത് കഴിഞ്ഞ് നാളെയും വരും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, അപ്പോൾ സാരല്ലേ ഈ ദിവസങ്ങൾ അങ്ങ് പോയിക്കോട്ടെ, ഇതൊന്നാ കഴിഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇങ്ങനെ മാറ്റിവെച്ച് എത്ര കാര്യങ്ങൾ മാറ്റിവെക്കപ്പെടും നോക്കിക്കഴിഞ്ഞാൽ അവസാനം ഞാൻ എൻ്റെ സമയത്ത് എങ്ങനെ ഉപയോഗിച്ചു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ കുറച്ചേ ഉണ്ടായിരിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പണ്ട് തൊട്ടേ എൻ്റെ ഒരു ശീലമാണ്, ഒരു കാര്യം നമുക്ക് പഠിക്കണം, ഒരു കാര്യം ചെയ്യണം എന്ന് മനസ്സിലൊരു ദൃഢനിശ്ചയം വരുത്തി വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിനും മാറ്റിവെച്ചുകൊണ്ട്, ഇതിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മെഡിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അടുത്ത കാര്യത്തിലേക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇൻ ബിറ്റ്വീനിൽ ഒരു 15 മിനിറ്റ്സ് എടുത്തിട്ട് ഈ ഒരു ടോപ്പിക് ഒന്ന് പഠിച്ചു കഴിയട്ടെ, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഒന്ന് വായിച്ച് തീർക്കട്ടെ, ഈ ഒരു കാര്യം ഒന്ന് ചെയ്ത് തീർക്കട്ടെ, എന്നിട്ട് അത് ചെയ്യാം. അപ്പോൾ ഇതും നടക്കും അതും നടക്കും. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകും മുന്നേ തന്നെ ഏത് കാര്യം സ്പെഷ്യലായിട്ട് ചെയ്യാൻ വിചാരിച്ചോ ആ കാര്യം ചെയ്തിട്ട് മറ്റേ കാര്യം ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു എന്നുള്ളൊരു സ്വഭാവമാണ്. എപ്പോഴെങ്കിലും കുറച്ച് സമയം കിട്ടണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്യും, ഓ സമയം എത്ര വരുന്നുണ്ടല്ലേ, എന്നാൽ ഇങ്ങനൊരു കാര്യം ചെയ്യണം, ആ ഒരു കാര്യം ചെയ്യണം. ഈ രീതിയിൽ ചെയ്യണം എന്ന് വിചാരിക്കുക മാത്രമല്ല, ആ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും മറ്റു കാര്യങ്ങൾ സൈഡാക്കുകയും ചെയ്യും. സൈഡാക്കാന്ന് വെച്ചാൽ ചെയ്യില്ലെന്നല്ല, പക്ഷെ അനുഭവത്തിൽ കാണുന്നത് ആ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഫസ്റ്റ് പ്രിഫറൻസിൽ അത് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതും നടക്കും, നമ്മുടെ ഡെയിലി റൂട്ടീൻസും നടക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സമയം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ സമയത്തെ തിന്നാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഒരിക്കലും സ്പെഷ്യലായിട്ട് നമ്മൾ നേടിയെടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കടന്നുപോയിട്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തതായിരിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. പലരും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് ഈ മാറ്റിവെക്കൽ എന്ന ഒരു കാര്യം ഇല്ലാതാക്കാൻ വേണ്ടി ഇന്ന് കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ഈ ചോദ്യം ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ സംസാരിക്കുന്ന സമയത്ത് ഇത് കേൾക്കുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിരിക്കുന്ന ഉത്സാഹം വരുന്നുണ്ട്, ഉന്മേഷം വരുന്നുണ്ട്, ഞാനും ഇങ്ങനെ ഒരു കാര്യം ചെയ്യും, എൻ്റെ ലൈഫിൽ ഞാൻ എൻ്റെ ടാലൻറ്റ് ഉപയോഗിക്കും, അത് ചെയ്യുന്നൊക്കെ വിചാരിക്കും. അത് വിചാരിക്കുന്നുണ്ട്, അപ്പോൾ ഭയങ്കര ഉത്സാഹമായിരിക്കും. പക്ഷെ പിറ്റേ ദിവസം തുടങ്ങാൻ സമയമാകുമ്പോഴേക്കും വേറെ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്നു, മാറിപ്പോകുന്നു. ഈ മാറ്റിവെക്കൽ എന്ന ഒരു അവസ്ഥേനെ ഇല്ലാതാക്കാൻ വേണ്ടി സിസ്റ്റർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുമോ എന്ന് പലരും ചോദിക്കാറുണ്ട്.
ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സമയത്ത് ഉപയോഗിക്കുന്നവരെ മാത്രമേ സമയം സഹായിക്കൂ. എന്നും എന്തവസ്ഥയിലാണെങ്കിലും ഞാൻ എടുത്തിട്ടുള്ള എൻ്റെ ലൈഫിലൊരു പ്രിൻസിപ്പിൾ തന്നെ അതാണ്. എപ്പോഴൊക്കെ എന്ത് കാരണം കൊണ്ട് എനിക്ക് സമയം കിട്ടിയാലും, ഒരു പക്ഷേ എന്തെങ്കിലും പ്രോഗ്രാം ക്യാൻസലായിട്ട്, ഇപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ വന്നു, നിരവധി പ്രോഗ്രാംസ് ക്യാൻസലായി, നമ്മുടെ ആ സമയത്തിനൊക്കെ മാക്സിമം ബെനിഫിഷ്യലായിട്ട് യൂസ് ചെയ്തുകൊണ്ട് സാധാരണയല്ലാതെ ജീവിതത്തിൽ ഒരുപാട് എഫക്റ്റീവായിട്ട് ആളുകൾക്ക് ഒരു വീഡിയോ കാണുമ്പോൾ അവരുടെ ജീവിതം മാറ്റിമറിയത്തക്ക രീതിയിലുള്ളതായിരിക്കുന്ന ടോപ്പിക്സ് വേണം ഈ സമയത്ത് കൊടുക്കാൻ എന്ന് കരുതിക്കൊണ്ട് അതിനു വേണ്ടി കൂടുതൽ സ്റ്റഡിക്ക് വേണ്ടി ഞാൻ സമയം ഉപയോഗിക്കാറുണ്ട്. പിന്നെ കൂടുതൽ മെഡിറ്റേഷന് വേണ്ടി സമയം ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ മൈൻഡ് പവറിനെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഉപയോഗിക്കാനുള്ളതായിരിക്കുന്ന പല ടെക്നിക്സിനെ അപ്ലൈ ചെയ്ത് നോക്കാൻ വേണ്ടി സമയം ഉപയോഗിക്കാറുണ്ട്. ഏത് കാരണം കൊണ്ടുമല്ല, അതിപ്പോൾ രോഗമായിട്ട് വന്നാലും അതല്ല മറ്റെന്തെങ്കിലും റീസൺ കൊണ്ടുവന്നാലും. ഇപ്പോൾ ചിലപ്പോൾ സുഖമില്ലാതായിട്ട് ടൈഫോയിഡായിട്ട് കിടന്ന സമയം ഉണ്ടായിട്ടുണ്ട്, മഞ്ഞപ്പിത്തം വന്ന സമയം ഉണ്ടായിട്ടുണ്ട്, കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞിരുന്ന സമയം ഉണ്ടായിട്ടുണ്ട്. ഒരു സമയം എനിക്ക് വന്നു ചേരുന്നു എന്ന് കാണുമ്പോഴത്തേക്കും ഞാൻ ചിന്തിക്കാറ്, ഇങ്ങനൊരു സാഹചര്യത്തിൽ എനിക്ക് ഇങ്ങനെ ഇരിക്കേണ്ടി വന്നല്ലോ എന്നുള്ള ചിന്തയെ എന്നെ തൊടാൻ പോലും സമ്മതിക്കാറില്ല ഞാൻ. മറിച്ച് ഈ സമയത്ത് ഞാൻ ഇങ്ങനെ ഉപയോഗിക്കും എന്ന് പ്ലാൻ ചെയ്ത്, ഈവൻ ഭയങ്കര ബിസി ഷെഡ്യൂളിലൊരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ പെട്ടെന്ന് കാല് പൊള്ളിയിട്ട് ഒരു മരുന്ന് വെച്ച് കാല് പൊള്ളി കെട്ടിയിരിക്കുന്ന സമയം പോലും ഞാൻ ഓർത്തു പോകും. ഒരു ദിവസം അന്ന് എനിക്ക് കിട്ടിയിരുന്നു. ആ ഒരു ദിവസമാണ് ഓട്ടോബയോഗ്രഫി ഓഫ് യോഗിയുടെ വായന ആരംഭിച്ചത്. ഇന്നൊരു ദിവസം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഫുൾ സ്റ്റോപ്പ്, അവിടുത്തെ തിരക്ക് ഫുൾ സ്റ്റോപ്പ്, ഇവിടുത്തെ തിരക്ക് ഫുൾ സ്റ്റോപ്പ്, ആരെങ്കിലും വന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കുക, ബാക്കി ഇതെൻ്റെ ടൈം, ഞാൻ ഉപയോഗിക്കട്ടെ. അങ്ങനെ സമയത്ത് ഉപയോഗിക്കുന്നവർക്ക് സമയം വരുമ്പോൾ എന്ത് വേണമെങ്കിലും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ അറിവായിട്ട്, അനുഭവങ്ങളായിട്ട്, നമ്മൾ സ്വന്തമാക്കി വെച്ചതായിട്ടുള്ള ശക്തികളായിട്ട്, ഗുണങ്ങളായിട്ട് പല നിധികൾ കൊണ്ട് നമ്മളുള്ളിൽ നിറയും. അപ്പോൾ ഏത് സമയത്ത് എന്ത് വേണോ അത് നമുക്കെടുത്ത് ഉപയോഗിക്കത്തക്ക രീതിയിൽ നമ്മളെ പവർഫുള്ളാക്കാം. അതിനുവേണ്ടി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. എന്നുവെച്ചാൽ അർത്ഥം, ഞാൻ ചെയ്യുന്ന കാര്യത്തിൽ ഇന്നൊരു ദിവസം ബിസി ആക്കി തീർക്കാൻ ഒരുപാട് വഴികൾ നമ്മൾ കണ്ടെത്താറുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ചിട്ടാവാം, അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഫോൺ ചെയ്തിട്ടാവാം, അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നോക്കിയിട്ടാവാം, ഫേസ്ബുക്ക് നോക്കിയിട്ടാവാം, ഏതിൽ വേണമെങ്കിലും എനിക്ക് ബിസിയായിട്ട് എന്നെ ചിലവഴിക്കാനായിട്ട് ഇഷ്ടം പോലെ വഴികളുണ്ട് ലോകത്ത്. പക്ഷെ ഞാൻ എന്നെ ബിസിയാക്കുമ്പോൾ ആ ബിസിയാക്കിയ നിമിഷങ്ങൾ കൊണ്ട് എന്താണ് എൻ്റെ ലൈഫിലെ പ്രോഗ്രസ്സിന് വേണ്ടി, ഞാൻ എൻ്റെ ലൈഫിൽ തിരഞ്ഞെടുത്തതായിരിക്കുന്ന ഗോളിന് വേണ്ടി, എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി, എൻ്റെ മുന്നോട്ടുള്ളതായിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി ഞാൻ എത്ര ബിസിയാക്കി, ഈ ബിസി ആയതിൽ അത് എത്ര പെർസെൻറ്റേജ് യൂസ്ഫുള്ളായി എന്ന് നമ്മുടെ ഒരു ചോദിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ബിസി ആയിക്കോളൂ, സമയം ഉപയോഗിക്കൂ. പക്ഷെ ആ ബിസി ആവുന്നത് കൂടി എന്തിനു വേണ്ടി ഞാൻ ബിസിയായി, എന്തുകൊണ്ട് ഞാൻ ചെയ്തു, എന്തിന് ഞാൻ ചെയ്തു, ഈ ചോദ്യം നമ്മളോട് ചോദിച്ചില്ല എങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ജീവിതത്തിൻ്റെ യാത്രയുടെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിൽ ആ സമയം എന്ന നിധി കടന്നു പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ ഒരിക്കലും കടന്നു പോയത് വേണമെങ്കിൽ ഒരു രൂപ നമുക്ക് നഷ്ടമായത് വീണ്ടും സമ്പാദിക്കാം. പക്ഷെ ഒരു മിനിറ്റ് നിങ്ങളുടെ കയ്യിൽ നഷ്ടമായി കഴിഞ്ഞ മിനിറ്റിനെ വീണ്ടും ആ മിനിറ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ലൈഫിൽ ഒരിക്കലും കിട്ടാത്ത ഒരു നിധിയാണ് സമയം എന്നത്. അതുകൊണ്ട് ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ റിസൾട്ട് ഓറിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ. എന്നുവെച്ചാൽ അർത്ഥം, എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഞാൻ ഇന്ന് എന്ത് ചെയ്തു, ഇന്നൊരു ദിവസം എനിക്ക് ഫ്രീ ഉണ്ട്, ആ ഒരു ദിവസം ഫ്രീ ഉള്ളതിൽ എത്ര സമയം ഞാൻ എൻ്റെ ലൈഫിൽ മുന്നോട്ട് എൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി, എന്നെക്കൊണ്ട് പ്രോഗ്രസ് എന്ന് വരുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് സെൽഫിഷ്നെസ് ആണ് എന്ന്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, അങ്ങനെ ചെയ്യുമ്പോൾ അത് സെൽഫിഷ്നെസ് ആവില്ലേ, വരുന്നവരെടുത്ത് നിന്ന് എല്ലാത്തിനും നമ്മൾ നമുക്ക് വേണ്ടി സമയം ഉപയോഗിക്കുന്നു. നിങ്ങൾക്കറിയോ, ഒരു മരം വളർന്നാൽ മാത്രമാണ് ആ മരത്തിൽ എത്ര വിശാലമായിട്ട് വളരുന്നുണ്ടോ അത്രയും അധികം പഴങ്ങൾ അതിലുണ്ടാക്കാം. എത്ര വിശാലമായിട്ട് വളരുന്നുണ്ടോ അത്രയും അതിനുള്ളിൽ ഇലയുണ്ടാവും, കൊമ്പുണ്ടാവും, തണൽ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റും. ആ വലിയൊരു മരത്തിൻ്റെ കൊമ്പിൽ മാത്രമാണ് കിളികൾക്കും അണ്ണാക്കുട്ടന്മാർക്കും കൂട് കെട്ടാനാവുന്നത്. വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മരത്തിൻ്റെ കൊമ്പിലാണ് കുട്ടികൾക്ക് ഊഞ്ഞാല് കെട്ടി ആടാനാകുന്നത്. നാളെ ആ മരം മുറിക്കപ്പെടുകയാണെങ്കിൽ പോലും അത് വാല്യുബിളായിട്ട് സദാകാലത്ത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് അത് ഉപയോഗിച്ച് കാണാൻ പറ്റും. പക്ഷെ വളർന്ന മരത്തിനെ ഇതൊക്കെ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ സെൽഫിഷ്നെസ് അത് നിങ്ങൾക്ക് ബെനിഫിറ്റേ ആക്കുള്ളൂ, മറ്റുള്ളവർക്ക് സഹായമാക്കുള്ളൂ. അതുകൊണ്ട് ആ രീതിയിൽ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിക്കൊണ്ട് സമയത്ത് ഒരു ദിവസം കിട്ടിയാൽ നമ്മൾ ഉപയോഗിച്ചിരിക്കണം. അങ്ങനെ ഉപയോഗിക്കുന്ന മുന്നോട്ട് പോകുന്ന യാത്രയിൽ പലപ്പോഴും നമുക്ക് പല സാഹചര്യത്തിലും നോ പറയേണ്ടതായിട്ട് വരാറുണ്ട്. പലരും വിചാരിക്കും, ഞാനിപ്പോൾ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ വിചാരിക്കുക, അവർ വിഷമിക്കില്ലേ.
ചെറിയ വിഷമം ഉണ്ടാവുമായിരിക്കും, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ വിഷമം കൊണ്ട് നിങ്ങൾക്ക് സദാകാലം സന്തോഷം നേടാൻ കഴിയുമെങ്കിൽ, ഒരു ചെറിയ മുറി മുറിച്ച് ഒരു മുഴ എടുത്ത് കളഞ്ഞ ഒരു ഡോക്ടർ വേദന തന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് സുഖം തരുന്നുവെങ്കിൽ, സ്വയം അവനവൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടി ഒരു നോ പറയേണ്ടി വന്നാൽ സാരമില്ല. ആ നോ ഇപ്പം നിങ്ങൾ നോ പറഞ്ഞാൽ അവർ വിഷമിക്കും, നാളെ നിങ്ങൾ അവരെ സഹായിക്കുമ്പോൾ അവർ സന്തോഷിച്ചോളും. നീ അന്ന് സമയം ഉപയോഗിച്ചത് കൊണ്ട് ഇപ്പം ഞങ്ങൾക്ക് ശരിക്കും നേട്ടമായി, നീയാണ് വാല്യുബിൾ എന്ന് മറ്റുള്ളവർ പറയുന്നൊരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് മാറാൻ പറ്റും. അതുകൊണ്ട് വേണ്ടപ്പോൾ നോ പറഞ്ഞോളൂ, അതിൽ യാതൊരു വിഷമവും വിചാരിക്കരുത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഡെയിലി പ്ലാനിങ്. ഒരാഴ്ചയ്ക്ക് വേണ്ടി, ഒരു വർഷത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്, ഒരു മാസത്തേക്ക് വേണ്ടി പ്ലാൻ ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ ഡെയിലി പ്ലാനിങ് അതാണ് ലൈഫിലെ യഥാർത്ഥമായിട്ടുള്ള വിജയത്തിൻ്റെ നമ്പർ 1 ആയിരിക്കുന്ന ഫാക്ടർ. എല്ലാ ദിവസവും രാവിലെ ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷന് ശേഷം, മെഡിറ്റേഷൻ്റെ ലാസ്റ്റ് മൊമെൻറ്റ്സിൽ ഞാൻ ചെയ്യാറ്, നാളെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് തലേദിവസം പ്ലാനിങ് ഉണ്ടാവും, നമുക്കത് ഓട്ടോമാറ്റിക് വന്നു പോകുമല്ലോ ലൈഫിൽ. പക്ഷേ എന്നിരുന്നാൽ പോലും ഇന്ന് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും, ഇന്ന് പ്രഭാതത്തിൽ ബ്രഹ്മമുഹൂർത്ത മെഡിറ്റേഷന് ശേഷമുള്ള സമയം ഞാൻ ഇന്നത് ചെയ്യും, ഇന്ന് സത്സംഗം കഴിഞ്ഞ ശേഷം ഞാൻ ഇങ്ങനെ ചെയ്യും. അന്നത്തെ കറക്റ്റായിരിക്കുന്ന ഡെയിലി റൂട്ടീൻ, രാത്രി വരെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടോ, ഇത്ര മണിക്ക് ഞാൻ ഇന്നത് ചെയ്യും എന്ന് ഞാൻ ഭഗവാന്റെ അടുത്ത് സംസാരിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ സർവസ്വമായിരിക്കുന്നത് ഈശ്വരനാണ്. അതുകൊണ്ട് ഈശ്വരൻ്റെ അടുത്ത് ഞാൻ എല്ലാ കാര്യവും പറയും, ഇന്ന് ഇങ്ങനെ ആയിരിക്കും കേട്ടോ ബാബ, ഇത്ര മണിക്ക് ഇന്ന കാര്യം ചെയ്യും, ബാബ ഇത്ര മണിക്ക് ഇന്ന കാര്യം ചെയ്യും. സന്ധ്യയ്ക്ക് അന്നത്തെ ദിവസം 6:30 തൊട്ടല്ല 6 മണി വരെ മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് 6 മണിക്കേ മെഡിറ്റേഷന് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതല്ല 6:30-ക്കാണെങ്കിൽ ഈ 6 മണി തൊട്ട് 6:30 വരെ ഞാൻ ഇന്ന സമയത്ത് റിപ്ലൈ കൊടുക്കുകയായിരിക്കും. എല്ലാ കാര്യങ്ങളും ഞാൻ കൃത്യമായിട്ട് സംസാരിക്കാറുണ്ട്. ഒരു ദിവസത്തിൻ്റെ പ്ലാനിങ് നമ്മൾ ചെയ്യുമ്പോൾ മാത്രമാണ്, ആ പ്ലാനിങ് ചെയ്യാൻ വേണ്ടി ആദ്യത്തിലൊക്കെ നമുക്ക് കുറച്ച് പ്ലാൻ ചെയ്ത് അതേപോലെ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ആ പ്ലാനിങ്ങിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ചെയ്യേണ്ടിയും വന്നേക്കാം. പക്ഷേ അത് അത്ര അനിവാര്യമാണെങ്കിൽ മാത്രമേ ഞാൻ മാറ്റാൻ സമ്മതിക്കാറുള്ളൂ. അല്ലെങ്കിൽ ആ സമയത്ത് ഇത് 11 മണിയായി, 11 മണിയാകുമ്പോഴേക്കും എനിക്ക് പഠിക്കാൻ പോകേണ്ട ടൈമായി, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിരിക്കുന്നു, എങ്ങനെയെങ്കിലും എത്ര തിരക്ക് പിടിച്ച്, പലപ്പോഴും ഒന്ന് ഇത്ര തിരക്ക് പിടിച്ച് എന്തിനാ ചെയ്യുന്നത്, എവിടേക്കെങ്കിലും ഓടാനുണ്ടോ? ഉണ്ട്. എൻ്റെ പ്ലാനിൽ ഞാൻ നിശ്ചയിച്ചതായിരിക്കുന്ന സമയത്ത് കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടി എനിക്ക് ഓടേണ്ടതുണ്ട്, ഞാൻ അതിന് വേണ്ടി ഓടും. അങ്ങനെ എൻ്റെ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന സമയത്ത് ആ കറക്റ്റ് പ്ലാനിങ്ങിലൂടെ സമയം ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ സമയം ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ നിധിയായിട്ട് നിങ്ങൾക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ ജീവിക്കുമ്പോഴൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. നമ്മൾ സമയത്തെ വേസ്റ്റ് ആക്കിയിട്ടില്ല, സമയം ഒരിക്കലും നമ്മളെ കഷ്ടപ്പെടുത്തില്ല, സമയത്തെ ചതിക്കാത്തവരെ സമയം ഒരിക്കലും ചതിക്കില്ല, സമയത്തെ വേസ്റ്റ് ആക്കുന്നവരെ സമയം വരുമ്പോൾ സപ്പോർട്ട് കൊടുക്കാതെ നിങ്ങൾക്കൊന്നുകിൽ രോഗം, അല്ലെങ്കിൽ ശോകം, അല്ലെങ്കിൽ ടെൻഷൻ, ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ കുരുക്കി നിർത്തും സമയം. അതേസമയം സമയത്തെ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്നവർക്ക്, അഥവാ നമ്മുടെ കർമ്മക്കണക്ക് കൊണ്ട് രോഗം ഉണ്ടാകേണ്ടി വന്നാൽ പോലും അതും സന്തോഷദായകമായി കടന്നു പോകുന്ന രീതിയിലേക്ക് മൈൻഡ് സെറ്റപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് വെൽ പ്ലാൻഡ് ആക്കിയിട്ട് വേണം ഓരോ ദിവസവും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ചെയ്യണം, ഡെലിഗേറ്റ് ചെയ്യാനും പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ, എല്ലാവരുടെ ജീവിതത്തിലും ചെറുതും വലുതുമായിരിക്കുന്ന ഒരുപാട് ആക്ടിവിറ്റീസ് വരാറുണ്ട്. ആ ആക്ടിവിറ്റി എല്ലാം നിങ്ങൾ തന്നെ ചെയ്തോളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഒരുപാട് കാര്യങ്ങൾ കുറേ പേർക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ടാവും, അതൊക്കെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളെക്കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ലിസ്റ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുത്തേക്കുക. എന്നാൽ ഒരു ടീമായിട്ട് നമുക്ക് വർക്ക് ചെയ്യുന്നതിൻ്റെ സുഖം ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിന് പ്രോപ്പർ വാല്യൂ കൊടുത്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ടും സാധിക്കും. പിന്നെ ഡിസ്ട്രാക്ഷൻസ് എന്തൊക്കെ ഉണ്ടാവുന്നുണ്ടോ, നമ്മുടെ ശ്രദ്ധേനെ ആ കർമ്മത്തിൽ നിന്ന് മാറ്റുന്നതായിരിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനെ ആ കർമ്മം ചെയ്യുമ്പോൾ ഇല്ലാണ്ടാക്കണം തന്നെ പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, മെഡിറ്റേറ്റ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ആര് ഫോൺ ചെയ്താലും എന്ത് മെസ്സേജ് എടുത്താലും ഞാൻ അറ്റൻഡ് ചെയ്യുന്ന പ്രശ്നമില്ല. പലരും എന്നോട് ചോദിക്കും, ഞാൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ വന്നു, അത് അറ്റൻഡ് ചെയ്തു, അത് കഴിഞ്ഞ ശേഷം വീണ്ടും മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യണോ അതോ ആദ്യം തൊട്ട് തുടങ്ങണോ എന്ന്. ഞാൻ ഉത്തരം പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോൺ അറ്റൻഡ് ചെയ്യല്ലേ. കാരണം വെച്ചാൽ അത് നമ്മളും ഈശ്വരനും തമ്മിലുള്ളതായിട്ടുള്ള മീറ്റിംഗ് ആണ്. ഈ പ്രപഞ്ചത്തിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ കാണാറുണ്ട്, ചില ഹയർ ഒഫീഷ്യൽസിനെ കാണാൻ പോകുമ്പോൾ ഫോൺ സൈലൻസിലാക്കും എല്ലാവരും. കാരണം അവരെ മുന്നിൽ സംസാരിക്കുമ്പോൾ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഒരു മനുഷ്യൻ്റെ മുന്നിൽ സംസാരിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെയാണോ സ്വയം ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായ സൃഷ്ടാവായിരിക്കുന്ന സർവശക്തനായ ഭഗവാനോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റുക. എന്നാൽ നിങ്ങൾക്ക് മെഡിറ്റേഷൻ്റെ ഡെപ്ത് ആസ്വദിക്കാനും പറ്റില്ല. അതുകൊണ്ട്
പൂർണ്ണമായ ശ്രദ്ധ വേണ്ട സമയം ഫോൺ അറ്റൻഡ് ചെയ്യാറേ ഇല്ല. ക്ലാസ് എടുക്കുകയാണോ ഫോൺ അറ്റൻഡ് ചെയ്യാറേ ഇല്ല. ഷൂട്ട് ചെയ്യുകയാണോ ഫോൺ നോക്കാറേ ഇല്ല. ഒരു പക്ഷേ രാവിലെ മുതൽ രാത്രി വരെ ഫോൺ റിങ് ചെയ്തിട്ടുണ്ടാവാം, ഞാൻ ഫോൺ എടുക്കാറില്ല. എൻ്റെ ശ്രദ്ധേനെ മാറ്റുന്നതായിട്ടൊരു ഘടകമാണോ, അതിൻ്റെ റിംഗ് ടോൺ പോലും കേൾക്കാത്ത രീതിയിൽ ഏതെങ്കിലും സ്ഥലത്ത് വെക്കും. പിന്നെ നോക്കി വിളിക്കാമല്ലോ കാര്യങ്ങൾ. ഏതാണോ നമ്മുടെ ശ്രദ്ധേനെ നമ്മിൽ നിന്ന് വലിച്ചെടുത്തുകൊണ്ട് നമ്മുടെ സമയത്തെ വ്യർത്ഥമാക്കാൻ വേണ്ടി വരുന്ന കാര്യം, അതിനെ നമുക്ക് ഇല്ലാതാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് കഴിഞ്ഞ ശേഷം അതിനൊക്കെ സമയം കൊടുത്തോളൂ. നിങ്ങളുടെ മൂല്യം നിങ്ങൾ കൊടുക്കുന്നതാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്നതായിട്ടുള്ള മൂല്യം. അതുകൊണ്ട് നമ്മുടെ സമയത്തെ പ്രോപ്പറായി നിങ്ങൾ ഉപയോഗിക്കുന്നുവെങ്കിൽ ഓരോ 24 മണിക്കൂറും നിങ്ങൾക്ക് 24 ആയിരങ്ങളുടെ ലക്ഷങ്ങളുടെ വിലയുള്ള നിധികളായിട്ട് മാറുകയും ഈ ജീവിതം സന്തോഷവും സംതൃപ്തവും നിറഞ്ഞതായിട്ട് മാറുകയും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് മാറ്റിവെക്കാതെ സമയമുള്ളപ്പോൾ സമയത്തെ ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കൂ. സമയം എന്ന നിധിയെ ഏറ്റവും സുരക്ഷിതമായി സംരക്ഷിക്കൂ. എന്നാൽ നമ്മുടെ ജീവിതം എപ്പോഴും സംതൃപ്തിയും സന്തോഷവും നിറഞ്ഞതായിട്ട് മാറും. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.